Dear students, today I want to discuss Kerala Engineering previous year questions, especially about vectors, motion in a plane. കഴിഞ്ഞ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അറൗണ്ട് 3 ക്വസ്റ്റ്യൻസ് എങ്കിലും മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാറുണ്ട്. വെക്ടറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1, ദ ആംഗിൾ ബിറ്റ്വീൻ വെക്ടർ എ ആൻഡ് ദ റിസൾട്ടൻ്റ് ഓഫ് 2a plus 3b and 4a minus 3b is. ആദ്യത്തെ വെക്ടറിനെ സപ്പോസ് we represent it as small a that is equal to vector a, and രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ്, സോ സേ ദാറ്റ് ഈസ് ബി ഈസ് ദ റിസൾട്ടൻ്റ് ഓഫ് 2 വെക്ടേഴ്സ്. ദ ഫസ്റ്റ് വൺ ആസ് നമുക്ക് തന്നിരിക്കുന്നത് 2a plus 3b plus 4a minus 3b. So that is equal to 2a plus 4a നമുക്ക് 6a ആയിട്ട് നമുക്ക് പറയാം, 3b മൈനസ് 3b 0 ആയി മാറുകയാണ്. അപ്പം രണ്ട് വെക്ടറുകൾ എന്ന് പറയുന്നത് വെക്ടർ എയും 6aയുമാണ്. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡായിട്ട് 6 വന്നിരിക്കുകയാണ്. പക്ഷേ എ എന്ന് പറയുന്ന വെക്ടർ അതിൽ കോമൺ ആണ് എന്ന് പറയുമ്പോൾ ഇഫ് വി ട്രീറ്റ് ദിസ് ഈസ് ആസ് എ, രണ്ടാമത്തത് 6 ടൈംസ് മാഗ്നിറ്റ്യൂഡുള്ള മറ്റൊരു വെക്ടർ എന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വി ക്യാൻ സേ ദേ ആർ പാരലൽ. അപ്പോൾ പാരലൽ എന്ന് പറയുമ്പോൾ ഉറപ്പിച്ച് നമുക്ക് പറയാം ദെയർ ആംഗിൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ വി ക്യാൻ സേ ഇ ആസ് ദി ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക്, എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. എ ബോട്ട് ഈസ് മൂവിങ് ഫ്രം ദ ഈസ്റ്റ് ബാങ്ക് ടു ദ വെസ്റ്റ് ബാങ്ക് on a south flowing river. If the speed of the boat is 4 km per hour and that of the river is 3 km per hour, if the width of the river is 2 km, the distance traveled by the boat is. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന റിവർ ഫ്ലോ ചെയ്യുന്നത് ഈസ് ടുവേഴ്സ് സൗത്ത് ആണ്. സോ അപ്പോൾ നമുക്ക് W എന്ന് പറയുന്ന ഒരു വിഡ്ത്തുള്ള ഒരു റിവറാണെന്നിരിക്കട്ടെ. അപ്പോൾ റിവർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫ്ലോയിങ് ലൈക്ക് ദിസ് വൺ ടുവേഴ്സ് സൗത്ത്, ആൻഡ് സപ്പോസ് എ ബോട്ട് ഈസ് ഹിയർ. അപ്പോൾ ആ ബോട്ട് എന്ന് പറയുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയാം. ബട്ട് വി നോ ആ ബോട്ടിന് ഒരു പർട്ടിക്കുലർ വെലോസിറ്റി ഈസ് ദെയർ ആൻഡ് ദ റിവർ വെലോസിറ്റി ഈസ് ദെയർ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ഇനിഷ്യൽ പോയിന്റ് എടുക്കുമ്പോൾ വി ബിയും വി ആറും പെർപെൻഡിക്കുലറായിട്ട് ആക്ട് ചെയ്യാണ്. സോ ദർ ഷുഡ് ബി എ റിസൾട്ടൻ്റ്. അപ്പോൾ എ എന്ന് പറയുന്ന പൊസിഷനിൽ നിന്ന് ബിയിലേക്ക് എത്തപ്പെടുവാൻ ശ്രമിക്കുമ്പോൾ എത്തുന്നത് സി എന്ന് പറയുന്ന പോയിന്റിലാണ്. സോ ദ ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുമ്പോൾ AC ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്ക് ഒന്ന് ജനറലൈസ് ചെയ്താൽ, എയിൽ നിൽക്കുന്ന ബോട്ട് ബിയിലേക്ക് മൂവ് ചെയ്യാണ്, പക്ഷേ എത്തുന്നത് സി എന്ന് പറയുന്ന പൊസിഷനിലാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ AC കണ്ടുപിടിക്കാം? ഇവിടെ AB എന്ന് പറയുന്നത് വി ക്യാൻ ട്രീറ്റ് ആസ് ദ വിഡ്ത്ത് ഓഫ് ദ റിവർ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ റിവർ വെലോസിറ്റി 0 ആണ് എങ്കിൽ എയിൽ നിന്ന് തുടരുന്ന ബോട്ട് ബിയിലെത്തിയിരിക്കണം. അപ്പോൾ ഈ BC എന്ന് പറയുന്ന ഡിസ്റ്റൻസിൻ്റെ റെസ്പോൺസിബിൾ എന്ന് പറയുന്നത് നമ്മളുടെ റിവർ ആയിരിക്കും. So river velocity into, we can say, the time taken by the boat to reach the other bank. അപ്പോൾ ആ സമയം എന്ന് പറയുന്നത് നമുക്ക് 2 രീതിയിൽ കണക്കാക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്
ഇവിടെ എ സി ആണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ആ ബോട്ട് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. എങ്കിൽ അതിലേക്കുള്ള വെലോസിറ്റിയൂടെ നമ്മൾ കൺസിഡർ ചെയ്താൽ ഇത് വി ആർ ആണ്, ഇത് വി ബി ആണ്. സോ ദ റിസൾട്ടൻ്റ് വെലോസിറ്റി എന്ന് പറയുന്നത് വി ആർ സ്ക്വയർ പ്ലസ് വി ബി സ്ക്വയർ ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ചാൽ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. അതോടൊപ്പം ഇഫ് എയിൽ നിന്ന് ബിയിലേക്ക് എത്താനാണ് എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അവിടെ പക്ഷേ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡബ്ല്യു ആകും. അതിനുപയോഗിക്കുന്നത് ബോട്ടിൻ്റെ വെലോസിറ്റി ആയിരിക്കും. ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. സോ ബി സി എന്ന് പറയുന്നത് റിവർ വെലോസിറ്റി ഇൻറ്റു ടൈം ടേക്കൺ ബൈ ദ ബോട്ട് ടു റീച്ച് ദി അതർ ബാങ്ക്. സോ വി ക്യാൻ ടേക്ക് ആസ് ഡബ്ല്യു ഡിവിഷൻ ബൈ വി ബി. അപ്പോൾ നമുക്ക് എ സി കണ്ടുപിടിക്കണം. എ സി എന്ന് പറയുന്നത് പൈതഗോറിയൻ കൺസെപ്റ്റ് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് വാട്ട് ഈസ് എ ബി ഹിയർ. നമ്മളത് ഡബ്ല്യു ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ബി സി എന്ന് പറയുമ്പോൾ ഡബ്ല്യു ഇൻറ്റു വി ആർ ബൈ വി ബി ദ ഹോൾ സ്ക്വയർ. നമുക്കതിൽ നിന്ന് ഡബ്ല്യു കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ we get the value as root of 1 plus that VR by VB square. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന വാല്യൂസ് പുട്ട് ചെയ്താൽ ഹിയർ ദ വിഡ്ത്ത് ഈസ് ഗിവൻ ആസ് 2 കിലോമീറ്റർ, ദാറ്റ് മച്ച് ഇൻറ്റു റൂട്ട് ഓഫ് 1 പ്ലസ് വാട്ട് ഈസ് ദ റിവർ വെലോസിറ്റി ഹിയർ, ദാറ്റ് ഈസ് 3, ദ ഡിവിഷൻ ബൈ 4 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു റൂട്ട് ഓഫ് that is equal to 4 plus 3. So 3 square, that is 9, 9 by 16. So 16 plus 9, that division by 16. So that is equal to 2 into root 25, that is 5 by 4. So 2, 4. So that is equal to 2.5, that much kilometer. That is D as the answer. So we can move to the number 3. The position vector of the particle is given as that R equal to A cos omega t I plus A sin omega t j. അത് 2018 ചോദിച്ച കൺസെപ്റ്റാണ്. ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് നമ്മുടെ ഡോട്ട് പ്രോഡക്റ്റ്, ക്രോസ് പ്രോഡക്റ്റ് അങ്ങനെയുള്ള കൺസെപ്റ്റ്സുകളാണ്. വെയർ എ ആൻഡ് ഒമേഗ ആർ റിയൽ കോൺസ്റ്റൻസ് ഓഫ് suitable dimensions, then the acceleration is perpendicular to velocity, parallel to velocity, like that. Perpendicular to the position vector, directed away from origin. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ പൊസിഷനാണ് തന്നിരിക്കുന്നത്. അത് പ്രകാരം അറ്റ് ഫസ്റ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ വെലോസിറ്റി. ഇപ്പോൾ വെലോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ്റെ ഫസ്റ്റ് ഡിഫറൻഷ്യൽ വിത്ത് റെസ്പെക്ട് ടു ടൈമാണെന്ന് നമുക്കറിയാം. സോ അങ്ങനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ കോസ് ഒമേഗ ടി എന്ന് പറയുന്നത് നമുക്കറിയാം ഒമേഗ ഇൻറ്റു സൈൻ ഒമേഗ ടി ആയിട്ട് അത് മാറും, ഇൻറ്റു ഐ. ദെൻ വാട്ട് ഈസ് ദ ഡിഫറൻഷ്യൽ ഓഫ് സൈൻ ഒമേഗ ടി? സോ വി ഗെറ്റ് ആസ് omega cos omega t, that much j cap. അതേപോലെ നമ്മുടെ ആക്സിലറേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ആക്സിലറേഷൻ എന്ന് പറയുന്നത് വീണ്ടും ഒരു പ്രാവശ്യം ഡിഫറൻഷ്യൽ ഓഫ് വെലോസിറ്റിയാണ്. സോ ഇവിടെ വീണ്ടും സൈൻ ഒമേഗ ടി വന്നു, അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് ഒമേഗ ഇൻറ്റു കോസ് ഒമേഗ ടി ആകുന്നു. സോ നമുക്ക് ആ ഒമേഗ വരുമ്പോൾ ഒമേഗ സ്ക്വയർ ആകുന്നു. So that is equal to minus a omega square cos omega t, that much into I. Cos differentiate ചെയ്യുമ്പോൾ സൈൻ ആകുന്നു, ഒരു ഒമേഗ കൂടെ വരുന്നു, ബട്ട് മൈനസ് സൈൻ. സോ മൈനസ് എ ഒമേഗ സ്ക്വയർ സൈൻ ഒമേഗ ടി, ദാറ്റ് മച്ച് ജെ. അപ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഡോട്ട് പ്രോഡക്റ്റാണ്. എന്താണ് എ ഡോട്ട് ബി? That is equal to AB cos theta. അപ്പോൾ നമുക്ക് പൊസിഷനും വെലോസിറ്റിയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ആക്സിലറേഷനും വെലോസിറ്റിയും ബേസ് ചെയ്തെടുത്താൽ, സപ്പോസ്
we need to find what is the value of A dot V. നമുക്കറിയാം ദ ആൻസർ എന്ന് പറയുന്നത് എ എക്സ് വി എക്സ് പ്ലസ് എ വൈ വി വൈ ആണ്. സോ അത് ബേസ് ചെയ്തിട്ട് വി ക്യാൻ സേ ലുക്ക് ഹിയർ. അപ്പോൾ അവിടുത്തെ എ എക്സ് എന്ന് പറയുന്നത് വി എക്സ് എന്ന് പറയുന്നത് മൈനസ് മൈനസ് പ്ലസ് ആവുകയാണ്. സോ എ സ്ക്വയർ എ ഒമേഗ ക്യൂബ് ഇൻറ്റു ദറ്റ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. അതേപോലെ എ വൈ എന്ന് പറയുന്നത് ഇൻറ്റു വി വൈ ആയിട്ട് മാറുകയാണ്. സോ ദാറ്റ് ഈസ് മൈനസ് എ സ്ക്വയർ ഒമേഗ ക്യൂബ് സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി. ഇവ രണ്ടും ഒരേപോലെ നമുക്ക് വന്നിരിക്കുകയാണ്. സോ വി ഗെറ്റ് ദ ആൻസർ ആസ് 0. അപ്പോൾ അവിടെ നിന്ന് എന്താണ് നമുക്ക് വ്യക്തമാകുന്നത്? ആക്സിലറേഷനും വെലോസിറ്റിയും പെർപെൻഡിക്കുലർ ആണ്. കാരണം എ ഡോട്ട് ബി എന്ന് പറയുമ്പോൾ എന്താണത്? എ വി കോസ് തീറ്റയാണ്. എന്ന് പറയുമ്പോൾ കോസ് തീറ്റയുടെ വാല്യൂ 0 ആവുകയാണ്. ദാറ്റ് വിൽ ഹാപ്പൻ വെൻ തീറ്റ ഈക്വൽ ടു π/2. അപ്പോൾ ഉറപ്പിച്ച് പറയാൻ പറ്റും പെർപെൻഡിക്കുലർ ടു വെലോസിറ്റി എന്ന് പറയാം. സോ എ ആസ് ദി ഓപ്ഷൻ, എ is the answer for the question. The next one, 2016 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എ ഗുഡ് ക്വസ്റ്റ്യൻ ഈസ് വെയിറ്റിംഗ്. എ മാൻ റൈഡ്സ് എ ബൈസൈക്കിൾ വിത്ത് എ സ്പീഡ് ഓഫ് 17.32 meter per second in east-west direction. If the rain falls vertically with a speed of 10 meter per second, the direction in which he must hold his umbrella. അപ്പോൾ ആ മനുഷ്യൻ ബൈസൈക്കിൾ റൈഡ് ചെയ്യുന്നത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റ് ഡയറക്ഷനിലാണ്. സോ വി ക്യാൻ സേ വിത്ത് റെസ്പെക്ട് ടു ദിസ് ഒറിജിൻ ദാറ്റ് സൈക്കിൾ ഈസ് മൂവിങ് ഇൻ ദിസ് ഡയറക്ഷൻ, ഈസ്റ്റ് ടു വെസ്റ്റ് ഡയറക്ഷൻ, ആൻഡ് ദാറ്റ് റെയിൻ ഈസ് falling vertically downward. So that is marked as here the river, the rain velocity. So ആദ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് what is the relative velocity of the rain with respect to the cyclist. That is equal to the velocity of the rain minus velocity of the cyclist. അപ്പോൾ സാധാരണ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെലോസിറ്റി ഓഫ് റെയിനിനോടൊപ്പം നെഗറ്റീവ് കമ്പോണൻ്റ് ഓഫ് വെലോസിറ്റി ഓഫ് സൈക്ലിസ്റ്റ് എടുത്ത് ആഡ് ചെയ്താൽ നമുക്ക് റിലേറ്റീവ് വെലോസിറ്റി കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വി സിയുടെ നെഗറ്റീവ് കമ്പോണൻ്റ് എടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാറുകയാണ്. ഇനി നമ്മളുടെ വി സിയും വി ആറും തമ്മിലുള്ള റിസൾട്ടൻ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ഡയറക്ഷനിലേക്കായിരിക്കും റിലേറ്റീവ് വെലോസിറ്റി അല്ലെങ്കിൽ റെയിൻ ഫോൾ ചെയ്യുന്നത്. സോ വി ഫീൽ ലൈക്ക് ദിസ് വൺ. അപ്പോൾ വെർട്ടിക്കലുമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഈ ഡയറക്ഷനിലാണ് നമ്മുടെ റെയിൻ ഫോൾ ചെയ്യുന്നതെങ്കിൽ we have to hold his umbrella in with this direction from the vertical towards വെസ്റ്റിലേക്ക് അല്ലേ. നമുക്കിത് ഈസ്റ്റ് ആണ്, ഇത് വെസ്റ്റ് ആണ്. അപ്പോൾ ആ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. സോ നമുക്ക് ജസ്റ്റ് ടാൻ തീറ്റ എടുത്തു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് വി സിയുടെ മാഗ്നിറ്റ്യൂഡാണ്. ദാറ്റ് ഡിവിഷൻ ബൈ വി ആർ ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു വി സി എന്ന് പറയുന്നത് 17.32 meter per second and velocity for the rain 10 meter per second. So we get as 1.732. 1.732 എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് √3 ആണ്. That means theta equal to tan inverse of that √3. So we get the value that is nothing but equal to 60 degree. So we can say B as the answer for the question. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിലേറ്റീവ് വെലോസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ലുക്ക് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഹിയർ ഇൻ ദ ഗിവൺ ഫിഗർ ദാറ്റ് PQ that is given as a vector A, QR that is B, and RS that is a C, then PS is. അപ്പോൾ നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ട കൺസെപ്റ്റാണ് ദ പോളിഗൺ ലോ ഓഫ് വെക്ടർ അഡിഷൻ. അപ്പോൾ പോളിഗൺ ലോ ഓഫ് നിയമം പറയുന്നത് തന്നിരിക്കുന്ന വെക്ടറുകളെ ഒരേ ഓർഡറിൽ റെപ്രസെൻ്റ് ചെയ്താൽ ദ റിസൾട്ടൻ്റ് ഈസ് നത്തിങ് ബട്ട്
the last side with the reverse order. അപ്പോൾ അതേ കൺസെപ്റ്റിൽ തന്നെയാണ് നമ്മളുടെ പി എസും നമുക്ക് തന്നിരിക്കുക. അങ്ങനെ വരുമ്പോൾ പി എസ് എന്ന് പറയുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്ടർ പി ക്യു പ്ലസ് ദാറ്റ് ക്യു ആർ പ്ലസ് ദാറ്റ് ആർ എസ്. അപ്പോൾ ഇവിടെ നമുക്ക് പി ക്യു നമുക്ക് കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി പ്ലസ് സി. സോ ഉറപ്പിച്ച് നമുക്ക് ഉത്തരം സി ചോയ്സ് ആയിട്ട് നമുക്ക് പറയാം. So we can move to the 2015 question. A good question is waiting. The magnitude of a set of 3 vectors are given below. The set of vectors for which the resultant cannot be 0 is. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് 3 സൈഡുള്ള ഒരു പോളിഗൺ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം ഈസിയോടെ നമുക്ക് കിട്ടുന്നത് ഒരു ട്രയാങ്കിൾ ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ നമ്മളൊന്ന് സെറ്റപ്പ് ചെയ്താൽ ട്രയാങ്കിൾ ഓഫ് വെക്ടർ അഡീഷൻ നമ്മുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ വെക്ടർ എയും വെക്ടർ ബിയും ഒരേ ഓർഡറിലാണെങ്കിൽ സി ആണ് അവിടുത്തെ റിസൾട്ടൻ്റ് ആയിട്ട് വരിക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം എ പ്ലസ് ബി എന്ന് പറയുന്നത് സി ആയിരിക്കും. അപ്പോൾ അതിന് പകരമായിട്ട് നമുക്കൊരു മാറി ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി. സപ്പോസ് ഈ സിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഒരേ ഓർഡറിൽ ബിയുമായിട്ട് ആക്കുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സിയുടെ ഡയറക്ഷൻ മാറിയില്ലേ? നമുക്കതിനെ എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുന്നത് 0 ആക്കി എടുത്തൂടെ? എന്ന് പറഞ്ഞാൽ 3 വെക്ടറിൻ്റെയും റിസൾട്ടൻ്റ് 0 ആയില്ലേ? അപ്പോൾ നമുക്കൊരു ട്രയാങ്കിൾ ഫോർമേഷൻ അവിടെ നടന്നാലല്ലേ റിസൾട്ടൻ്റ് 0 ആകൂ. അപ്പോൾ ഒരു സാധാരണ രൂപത്തിൽ ഒരു ജോമെട്രിക്കലി ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ എന്താണ് നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത്? ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് വൺ. എന്ന് പറഞ്ഞാൽ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യണമെങ്കിൽ ഏതെങ്കിലും 2 സൈഡുകളുടെ സം എടുക്കുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ദ തേർഡ് സൈഡ്. ഇതാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെയാണെങ്കിൽ ആ വെക്ടറുകൾ ഒരു കൃത്യതയോടെ നമുക്കൊരു ട്രയാങ്കിൾ ഉണ്ടാക്കുകയും ചെയ്യും, റിസൾട്ടൻ്റ് 0 ആവുകയും ചെയ്യും. പക്ഷേ ഇവിടെ വേണ്ടത് റിസൾട്ടൻ്റ് കനോട്ട് ബി 0. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളൊരു സാമ്പിളായിട്ടൊരു എക്സാമ്പിൾ എടുത്താൽ സോ ഹിയർ ഇഫ് ബി ഈസ് ദെയർ ദ ഫസ്റ്റ് 2 സൈഡ്സ് നമ്മൾ അല്ലെങ്കിൽ ഏതെങ്കിലും 2 സൈഡ് എടുക്കുമ്പോൾ 20 + 20 40 ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 30 ആണ്. അപ്പോൾ അവിടെ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ നടന്നിരിക്കും അല്ലേ? സോ 25 + 20 ദാറ്റ് ഈസ് 45 ഈസ് ഗ്രേറ്റർ ദാൻ 35. സോ 20 ഈസ് ഈക്വൽ ടു 20 or 10 + 20 30 ഈസ് ഗ്രേറ്റർ ദാൻ 10. But here there is a chance 10 + 20 that is 30 is less than 40 and ഇത് വാലിഡ് ആകത്തില്ല. സോ cannot be 0. ഇത് ഒരിക്കലും ട്രയാങ്കിൾ ഫോം ചെയ്യുന്നില്ല എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എത്താം. സോ ദാറ്റ് ഈസ് ദ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. 2014 ചോദിച്ച ക്വസ്റ്റ്യൻ, എ പാർട്ടിക്കിൾ ഹാസ് ദ പൊസിഷൻ വെക്ടർ ആൻഡ് ദ ലീനിയർ മൊമെൻറ്റം, വാട്ട് ഈസ് ഇറ്റ്സ് ആംഗുലാർ മൊമെൻറ്റം അബൌട്ട് ദി ഒറിജിൻ? അപ്പോൾ നമ്മുടെ ക്രോസ് പ്രോഡക്റ്റിന് ബെസ്റ്റായിട്ടുള്ള ഒരു എക്സാമ്പിളാണ്. ഇപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആംഗുലാർ മൊമെൻറ്റത്തെ നമ്മൾ പറയുന്നത് മൊമെൻ്റ് ഓഫ് മൊമെൻറ്റം എന്നാണ്. മൊമെൻ്റ് ഓഫ് മൊമെൻറ്റം, ലീനിയർ മൊമെൻറ്റം ഇൻറ്റു പെർപെൻഡിക്കുലർ സെപ്പറേഷൻ എന്ന് പറയുമ്പോൾ അത് ആർ ക്രോസ് പി ആണെന്നുള്ള കാര്യം ഓർക്കുക. ക്രോസ് പ്രോഡക്റ്റ് ആൻറ്റി കമ്മ്യൂട്ടേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും പി ക്രോസ് ആർ എന്ന് എഴുതാതിരിക്കുന്ന കാര്യം ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് വെക്ടർ കൺസെപ്റ്റിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ദ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടറാണ്. സെക്കൻഡ് ലെയർ അതിൻ്റെ ആറിൻ്റെ കമ്പോണൻറ്റുകളാണ്. ദറ്റ് ഈസ് 1 - 2 + 1 ആൻഡ് ദെൻ ലീനിയർ മൊമെൻ്റ് കമ്പോണൻസ് 2 - 1 1. സോ നമുക്കതിൻ്റെ സൊല്യൂഷനിലേക്ക് കടന്നാൽ I into that -2 -1 then minus j into 1 into 1 1 - 2 plus k into that 1 into -1 -1 -4. So that is equal to -2 + 1. So minus I -1 into 1 plus j -1 + 4.
So that is equal to 3. That is equal to plus 3k. So we get the answer as the second choice. B is the answer. 2014 ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ മൂവ് ചെയ്താൽ the coordinates of a particle moving in xy plane at any instant of time are that is given as is equal to x is equal to 4t square and y is equal to 3t square. The speed of the particle at that instant is. അപ്പോൾ നമുക്കൊരു XY പ്ലെയിനിലേക്ക് ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്തു എന്നിരുന്നാൽ ഒരു പർട്ടിക്കുലർ പോയിന്റിന് ഉറപ്പായിട്ടും അവന് രണ്ട് പ്ലെയിനിലും വെലോസിറ്റി ഉണ്ടായിരിക്കും. എക്സ് പ്ലെയിനിൽ ഒരെണ്ണം, വൈ പ്ലെയിനിൽ. അവ തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി ആയതുകൊണ്ട് തന്നെ റിസൾട്ടൻ്റ് എന്ന് പറയുന്ന സ്പീഡ് വി ക്യാൻ സേ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ വി എക്സ് വെലോസിറ്റി അലോങ് ഹൊറിസോണ്ടൽ സ്ക്വയർ പ്ലസ് വെർട്ടിക്കൽ. അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് നമുക്ക് തന്നിരിക്കുക. അത് പ്രകാരം അറ്റ് ഫസ്റ്റ് നമ്മുടെ എക്സിലെ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സോ 4 ഇൻറ്റു അപ്പോൾ ഡി എക്സ് ബൈ ഡി ടി ആണ്, ഒരു പ്രാവശ്യം ഡിഫറൻഷ്യൽ ചെയ്യണം. ദറ്റ് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു ടി സ്ക്വയറിൻ്റെ ഡിഫറൻഷ്യൽ എന്ന് പറയുന്നത് 2t ആയിട്ട് മാറുകയാണ്. സോ വി ഗെറ്റ് ദ വാല്യൂ ആസ് 8t. ഇൻ ദ സെയിം വേ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഫോർ വി വൈ. അത് ഡിഫറൻഷ്യൽ ഓഫ് വൈ ആയിട്ട് മാറുകയാണ് വിത്ത് റെസ്പെക്ട് ടു ടൈം. അപ്പോൾ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ടി സ്ക്വയറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2t ആയിട്ട് മാറി. സോ 60 ആയിട്ട് മാറി. സോ ദ ആൻസർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 8tയുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 64t സ്ക്വയർ പ്ലസ് 6tയുടെ സ്ക്വയർ ദാറ്റ് ഈസ് 36t സ്ക്വയർ. സോ നമുക്ക് ടി ഒന്ന് പുറത്തേക്ക് എടുത്താൽ 64 പ്ലസ് 36. വി നോ ദ കൺസെപ്റ്റ് ആസ് റൂട്ട് 64 പ്ലസ് 36 എന്ന് പറയുമ്പോൾ അത് 100 ആയിട്ട് മാറും. സോ ആൻസർ ടേക്ക് ദ വാല്യൂ ആസ് 10t ആയിട്ട് മാറുകയാണ്. So we get A as the answer. So we can move to the next question, number 9. The sum of magnitudes of two forces acting at a point is 16 Newton. Sum of forces എന്ന് പറയുമ്പോൾ നമുക്ക് വ്യക്തതയോടെ നമുക്ക് എഴുതാൻ പറ്റും. അവൻ്റെ മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം നമ്മൾ പരിഗണിക്കേണ്ടത്. F1 പ്ലസ് F2 എന്ന് പറയുന്നത് 16 ആണ്. ആൻഡ് ദെയർ റിസൾട്ടൻ്റ്, സോ വെക്ടർ കൺസെപ്റ്റ് ആണ്. F1 പ്ലസ് F2 എന്ന് പറയുന്നത് 8√3 ആണ്. ആൻഡ് ദാറ്റ് റിസൾട്ടൻ്റ് ഈസ് 90 ഡിഗ്രി വിത്ത് ദ ഫോഴ്സസ് സ്മോളർ മാഗ്നിറ്റ്യൂഡ് എങ്കിൽ ദ ടു ഫോഴ്സസ് കണ്ടുപിടിക്കണം. സോ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത്, ഇപ്പോൾ F1 എന്ന് പറയുന്ന വെക്ടറാണ് സ്മോളർ വെക്ടറായിട്ട് നമ്മൾ എടുത്താൽ അതിന് പെർപെൻഡിക്കുലറായിട്ടാണ് നമ്മളുടെ 8√3 റിസൾട്ടൻ്റ് വന്നിരിക്കുക. സോ വി ക്യാൻ സേ ദിസ് ഈസ് ദ സെക്കൻഡ് വെക്ടർ F2. സോ F1 F2 ഒരേ ഓർഡറിലാണ്. 6 എന്ന് പറയുന്നത് റിസൾട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ ട്രയാങ്കിൾ കൺസെപ്റ്റ് നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന 6, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് 8√3. അത് കിട്ടേണ്ടത് റൂട്ട് ഓഫ് F2 സ്ക്വയർ മൈനസ് F1 സ്ക്വയർ ആയിരിക്കും. അപ്പോൾ ഈ ഇക്വേഷൻ വാലിഡ് ആകുന്ന ചോയ്സുകളിലേക്ക് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ഗെറ്റ് ദ ആൻസർ. അപ്പോൾ അതിലൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് പ്രസൻസ് ഓഫ് മൈൻഡ് ഉപയോഗിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉത്തരം കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇപ്പോൾ നമ്മൾ ആൻസറിലേക്ക് പോവുകയാണ്. സപ്പോസ് യു ടേക്ക് ഈ ചോയ്സ് 14 സ്ക്വയർ. F2 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കത് 14 സ്ക്വയർ ആയിട്ട് എടുക്കാം. ദാറ്റ് ഈസ് മൈനസ് 2 സ്ക്വയർ. 14 എന്ന് പറയുമ്പോൾ വി നോ ദാറ്റ് 196 മൈനസ് 4 ആണ്. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 192 ആണ്. അപ്പോൾ 192 എന്ന് പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് 64 ഇൻറ്റു 3 ആണ്. സോ 4 ഇൻറ്റു 3 12, ദാറ്റ് ഈസ് 18. യെസ്, വി ഗെറ്റ് ദ വാല്യൂ 192. 64ൻ്റെ റൂട്ട് 8 ആയിട്ട് മാറി. സോ 8√3 ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തു. സോ വി ക്യാൻ ടേക്ക് E as the answer. So this is the good concept from 2012. Among the following, the vector quantity is. So we can just
ഈ പ്രഷറൊക്കെ ഡയറക്ഷൻ ഉണ്ടെങ്കിലും അതിന് സ്കേലറായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഗ്രാവിറ്റി പൊട്ടൻഷ്യൽ സ്കേലറാണ്, സ്ട്രെസ്. സോ ദ ഇംപൾസ് ഈസ് ദ ആൻസർ. സോ ഡി എസ് ദി ചോയ്സ് ഫോർ ദ ക്വസ്റ്റ്യൻ. സോ വെക്ടറിൽ അന്ന് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ്. Motion in a plane as a whole, we can wait minimum 3 to 4 questions. So try to do maximum MCQs. Take care. God bless you.